Discovery. The wonderful association. The amazing of the haze. It's great. Whoa! Shit! What's that? Cobra. Very dangerous to keep. This is cameraman Arjunappan. ഇവിടെ എന്ന് വെച്ചാൽ വൈകിട്ട് 6 ക്ലോക്കോടെ ആണ് വെള്ളം ോടെ അതവിടെയാണ് ഒരു പന കണ്ടില്ലേ, അവിടെ ആയിട്ടാണ് എൻട്രി വരുന്നത്. ഇവിടെ വൈകിട്ട് 7 മണിക്കൊന്നും ആരും വീടൊന്നും പുറത്തിറങ്ങില്ല, ഫുൾ തീ ആയിരിക്കും. അവിടെ ഈ വീട്ടിലൊക്കെ തീ, മുകളിലുള്ള വീട്ടിലൊക്കെ ഫുൾ തീ ആയിരിക്കും. കാണുമ്പോൾ എലഫന്റ് ഇങ്ങോട്ട് അടിക്കുന്നതല്ല. പിന്നെ മറ്റു മൃഗങ്ങളുടെ ശല്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ശല്യം എന്ന് വെച്ചാൽ പന്നിയുടെ ശല്യം. ഇതൊക്കെ പന്നിയുടെ ചെറിയ അഭ്യാസങ്ങൾ. ഇതൊക്കെ പന്നിയുടെ ചെറിയ അഭ്യാസങ്ങളാണ്. പന്നി കയറിയതാണ്, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറിയ സ്ഥലമാണ് ഈ കാണുന്നത്. പന്നി അറ്റാച്ച്ഡ്. നമുക്കിവിടെ വസിക്കുന്ന വേലപ്പനോട് കാര്യം എന്താണ് ചോദിക്കാം. ഇവിടെ ജീവിക്കുന്നത് താങ്കൾക്ക് ഈ ഏരിയയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മറ്റു വന്യജീവികളെ താങ്കളുടെ അഭിപ്രായം ഒന്ന് വിശദീകരിക്കാം. നിനക്കെന്തൊന്നും പറയാനുള്ളത് പറയൂ വേലപ്പ, പ്ലീസ് ട്രൈ. ഒരു വ്യക്തി ഇവിടെ താമസിക്കുന്നുണ്ട്. ആന പോലും അവനെ കണ്ടാൽ ഭയന്നോടുമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അവന്റെ പേര് സേവ്. ശരിക്കും നെയിം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നറിയപ്പെടും, വിഷ്ണു എന്നാണ്. പക്ഷെ ഇവിടെ അറിയപ്പെടുന്നത് സേവ് എന്നാണ്. പ്ലീസ് കം, നമുക്ക് അവന്റെ ഹൗസിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഷ്ണുവിന്റെ വീടാണ്. ആയി കാണുന്നതാണ് വിഷ്ണുവിന്റെ വീട്. ശ്രദ്ധിച്ച് നോക്കിയാൽ ആ വീട്ടിലേക്ക് ആർക്കും പോകാൻ ഭയമാണ്. പോയാൽ അവൻ ഒരു മനഃശാസ്ത്രമില്ലാത്ത ഒരു ചെറുക്കനാണെന്നാണ് പറയുന്നത്. 15 കിലോ ഉണ്ട്. അവൻ പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന ഒരു ജാതി വർഗത്തിൽപ്പെട്ട ചെറുക്കനാണ്. അതുകൊണ്ട് അവനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം. അവൻ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും കൊടുവാലെടുത്ത് വരുമെന്ന് നമുക്കറിയാം. ക്യാമറമാൻ അർജുനൊപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഏരിയ എന്ന് പറഞ്ഞ ഏരിയയിൽ തലമുറകൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും വെറ്റാത്തൊരു കുളമാണ്. ഉറവ വന്നിട്ട് അതിൽ വെള്ളം നിറങ്ങി നമുക്കത് പോയിട്ട് കാണാം. ഇതാണ് നിങ്ങൾക്കറിയാം, ഈ കുളത്തിലേക്ക് ഒരാളെയും ഇവിടെയുള്ള സേവ് എന്നറിയപ്പെടുന്ന വിഷ്ണു അടുപ്പിക്കില്ല. അവനായിട്ട് നിർമ്മിച്ചൊരു കുളം എന്നാണ്. 100 വർഷങ്ങളെ ഇതേപോലെ തന്നെയാണ്. ഇവിടെ വെള്ളവും ഒന്നും വെച്ചാണ്ട് നിൽക്കുകയാണ്. നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അവിടെ ഉറവ് വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നാണ് ഇവിടെ മേലുള്ള സേവ് എന്നറിയപ്പെടുന്ന വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നത്. ഈ കിണറ്റിൽ നിന്നാണ്. ഇതിൽ ഒരിക്കലും പറ്റില്ല എന്നാണ് പറയുന്നത്. വെള്ളം നല്ല പ്രത്യേകമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. ചൂട് ഓവറില്ല, കമ്മിയാണ്. നല്ല തണുത്തൊരു ഏരിയ ആണ്. രാത്രി കാലങ്ങളിൽ ഇതിലെ വരുന്നവർക്ക് എല്ലാവർക്കും ഭയമാണെന്നാണ് പറയുന്നത്. എലഫന്റ് അങ്ങനെ വന്യജീവികളല്ല, സേവ് എന്നറിയപ്പെടുന്ന ഒരു വിഷ്ണുവിനെ മാത്രമാണ് ഇവർക്ക് ഭയം. എലഫന്റ് ആൻഡ് ടൈഗർ ഇതിനൊന്നും ഭയമില്ല. സേവ് എന്ന് കേട്ടാൽ മുട്ടാലിട്ട് വിറയ്ക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ക്യാമറമാൻ അർജുനൊപ്പം സലാം. മനോരമ ന്യൂസിലേക്ക് സ്വാഗതം. ഇത് സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന ഒരു കാടാണ്. സൈലന്റ് വാലി എന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ അറിയാം, സൈലന്റ്, ശബ്ദമില്ലാത്ത ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ബട്ട് ഒരു ചീവിടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല.
ഈ സ്ഥലം മൊത്തം ഇവിടെ സേവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഇവിടെയാണ്. സേവിന്റെ മുന്നിൽ ആർക്കും ഒന്ന് പോകാൻ തന്നെ പേടിയാണ്. സേവ് എന്ന് വെച്ചാൽ മഹാക്രൂരമായ ഒരു വ്യക്തിയാണ്. അയാൾ കൊച്ചുങ്ങളെ പോലും ചുമ്മാ വിടില്ല. എന്താണ് പറയൂ, താങ്കൾക്ക് മനോരമ ന്യൂസിനോട് എന്താണ് പറയാനുള്ളത്? പറയൂ. ആണോ? നമുക്ക് തീർച്ചയായും കാണണം പാമ്പിനെ. കാലങ്ങളായി ഒരു പാമ്പ് വസിക്കുന്നു എന്നാണ് അറിയപ്പെട്ടത്. നമുക്ക് ഈ പാമ്പിനെ തീർച്ചയായും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ചെന്ന് നോക്കാം. കാണാമെങ്കിൽ കാണാം. ഇവിടെ പാമ്പ് പോയിട്ട് ഒരു മണ്ണാങ്കട്ട പോലും കാണാനില്ല. പെർഫെക്റ്റ് വാട്ടർ ആണ്. നോക്കൂ, ഒരു അഴുക്ക് അങ്ങനത്തെ ഒരു മാലിന്യം ഇത് നമുക്കറിയാം. കൈയിട്ടാൽ തന്നെ തണുത്ത ഒരു ഇതാണ്. ഒടുക്കാൻ തണുപ്പ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു തണുപ്പാണ്. ജസ്റ്റ് നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ വാട്ടർ ആണ്. നിങ്ങൾ കുടിച്ചു നോക്കൂ, കുറച്ച് കഴിച്ചു നോക്കണം. ഫാന്റാസ്റ്റിക്. വണ്ടിയാണ്. വീരപ്പന്റെ കോട്ടയിലേക്ക് ആയുധങ്ങളുമായി ചെല്ലുന്ന ഒരു ജീപ്പിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജീപ്പിനെ കണ്ടാൽ തന്നെ നമുക്ക് വീരപ്പന്റെ ഒരു ജീപ്പാണ്. കണ്ടോ, ആയുധങ്ങളുമേന്തി വീരപ്പൻ സംഘവും കാട്ടിലേക്ക് യാത്രയായി. പണ്ട് 1997 വീരപ്പൻ താമസിച്ചൊരു കാടാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാട് കണ്ടാൽ തന്നെ അറിയാം, ഒരു ക്രൂരമായ ഒരു സ്ഥലമുള്ളൊരു ഏരിയയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. ഈ ട്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറഞ്ഞാലും ഈ ട്രീയെ കുറിച്ച് പറഞ്ഞ് തീരില്ല എന്നാണ് പറയുന്നത്. പണ്ട് 1997 ഇതിലെ വന്ന ഒരു കിളവൻ ഒരു മരത്തൈ കൊണ്ട് വെച്ചെന്നാണ് അറിയപ്പെട്ടത്. ഈ മരത്തൈ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ കുന്ന് മൊത്തം ഈ മരത്തിലാണ് സംരക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ മരം ഇവിടെ നിന്ന് വീണാൽ കുന്ന് മൊത്തം ഉരുൾപൊട്ടൽ അവസാനിക്കുമെന്നാണ് അറിയപ്പെട്ട ഒരു സിഗ്നൽ നമുക്ക് നാട്ടുകാരിൽ നിന്ന്. മരം കണ്ടാൽ തന്നെ അറിയാം, ഇതിന് നല്ല വേരുകളും അത്യാവശ്യം കൊമ്പ് ചില്ലകളും ഒക്കെ ഉണ്ട്. നല്ല വലിപ്പമേറിയ മരവും നല്ല വണ്ണമൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10 റൗണ്ട് പിടിക്കുകയാണെങ്കിൽ ഒരു 10-20 മീറ്റർ വണ്ണം ഉണ്ടാവും മരത്തിന്. നല്ല വലുപ്പമുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. തീർച്ചയായും വലിയൊരു മരമാണ്. ഈ മരത്തിന്റെ ചുവട്ടിലാണ് ഈ കുന്ന് മൊത്തം നിൽക്കുന്നതെന്നാണ് അറിയപ്പെട്ട ഒരു സിഗ്നൽ. നമുക്ക് ക്യാമറമാൻ അർജുനൊപ്പം അരുൺ, മനോരമ ന്യൂസ്, നായിക്. Because this is Naik on Danger Snake, King Cobra house. കിങ് കോബ്രകളെയൊക്കെ വളർത്തുന്നത് ഇവിടെ സേവ് എന്നറിയപ്പെടുന്ന വിഷ്ണു എന്ന വ്യക്തിയാണ്. ഇതിൽ വലിയ വിഷപ്പാമ്പാണ് വസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന കാഴ്ച. നിങ്ങൾ തീർച്ചയായും ഉള്ളൊന്ന് കാണേണ്ടതാണ്. ഫുള്ളി ഇരുട്ടായിരിക്കും, ലൈറ്റ് സെറ്റിംഗ്സ് ഇല്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വിശദീകരിക്കാനുണ്ട്. സേവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫാദർ ഇട്ട പാലമാണ്. ഇപ്പോൾ അങ്ങേരെ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങേരുടെ അടുത്ത് ചെല്ലാൻ നമുക്ക് അങ്ങേരുടെ അഡ്രസ്സ് കറക്റ്റ് അറിയില്ല. സേവ് കേട്ടാൽ സേവ് തീർച്ചയായും ഞങ്ങളെ ക്യാമറയും പൊളിക്കും, എന്നെയും തല്ലുമെന്നാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വാർത്തകൾ ചുരുക്കുന്നു. ക്യാമറമാൻ അർജുനൊപ്പം അരുൺ, ഇന്ത്യ വിഷൻ. ഓ, അവിടെ ഒരാൾ എന്താ ചെയ്യുന്നുണ്ട് നോക്കിട്ട് വരാം. എന്താണ് അവിടെ പണി? ഞാൻ അതിസാഹസ്യമായി തേനെടുക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ എവിടെയുള്ളവരാണ്? ഞങ്ങൾ ക്യാമറ മനോരമ ന്യൂസ്. താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? ഇവിടെ എന്താണ് ചെയ്യണേ? ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ സേവ് എന്നറിയപ്പെടുന്ന എൻ്റെ വീട്ടിൽ കൂലിക്ക് വേണ്ടി നിൽക്കുകയാണ്. സേവ് എന്നെ രാവിലെ തല്ലിയിട്ട് വിട്ടതാണ്. തേൻ അവന് കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അതിസാഹസ്യമായി ഞാൻ തേനെടുക്കാനുള്ള പരിപാടിയാണ്. അതിസാഹസ്യമായി തേൻ എനിക്ക് തേൻ കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് തേൻ എന്നറിയപ്പെടുന്ന സംഭവം. ഇതിൻ്റെ ഉള്ളിൽ ഇത് മൊത്തം കഴിഞ്ഞിരിക്കുന്നു. പാമ്പ്, സ്നേക്ക്, കിങ് കോബ്ര ഇത് വന്ന് കഴിക്കുന്നുണ്ട്. ഈ സാധനം കിങ് കോബ്ര കഴിച്ചതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഓ മൈ ഗോഡ്! ഇതുവരെ പറഞ്ഞ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് മുന്നിൽ പൊളിക്കുകയാണ്. സേവ് എന്ന് പറഞ്ഞ
ഒരു വ്യക്തിയെ നമ്മൾ ഇപ്പോൾ വ്യക്തിയുടെ വീട്ടിലേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സേവിനെ നമുക്ക് തീർച്ചയായും കാണാമെന്ന് കഴിയുന്നു. സേവ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും സേവിനെ കാണാൻ കഴിയും. നമുക്ക് സേവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. ഇതാണ് സേവിൻ്റെ വീട്. എക്സ്ക്യൂസ് മീ, സേവ് സേവ് സേവിൻ്റെ വീട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സേവ് എന്നറിയപ്പെടുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സേവ് ചേട്ടാ, സേവ് ചേട്ടാ, സേവ് ചേട്ടാ, സേവ് ചേട്ടാ, Please come, please come. സേവ് ചേട്ടാ, സേവ് ചേട്ടാ. Please come, please come. Where are you, Save Cheta? Whoa, unbelievable! This is Sav! Sav! Wow, Sav is very danger of the Sav. It's a big body, it's a big Sav. Sav കണ്ടോ, സേവ് വലിയൊരു പെട്ടി എടുത്ത് പൊക്കിയാണ്. അത് നമ്മൾ സാധാരണക്കാരനൊന്നും തീർച്ചയായും പെട്ടി പൊക്കാൻ കഴിയില്ല. ബട്ട് സേവ് അത് പൂ പറിക്കുന്ന പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ക്യാമറമാൻ അർജുനൊപ്പം അരുൺ, ഇന്ത്യ വിഷൻ. Fucking rebels ain't a movie, it's real life, I really live it. If you heard me talk about it, then I probably did it. Real talk, slow down, take your time, homie. Go hard or go home when it's time, homie. Keep slurring, keep going, swerving out of control. Stevie Wonder's own eyes, damn near closed. Rotten 85, sliding on them dose clothes. Fuck the speed limit, bitch, I'm living life in slow mo.